അതിക്രമത്തിന്റെ വാർത്തയിലേക്കാണ്. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പ്രതികളുടെ അതിക്രമം വൈദ്യപരിശോധനയ്ക്കായി ഇറക്കുമ്പോഴായിരുന്നു ഈ സംഘർഷമുണ്ടായത്. ഫ്ളാറ്റിൽ മോഷണം നടത്തിയ പ്രതികളാണ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതികളെ പിടികൂടിയതിന് എതിരെ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചത്. ഫാനൊക്കെ ഓടിച്ച് വളച്ചു. അവിടെ അവരെ കൊണ്ടുപോകാനായിട്ട് എസ്കോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും അവർ ആക്രമിക്കുകയും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി ഇവിടെ അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അതിനും നമ്മൾ നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളാണ് അഖിൽ ഗണേഷ് ആൻഡ് അജിത് ഗണേഷ്. അവർ സഹോദരന്മാരാണ്. അവർക്കെതിരെ ഒരാൾക്കെതിരെ ഏതാണ്ട് ഇന്നത്തെ കേസ് ഉൾപ്പെടെ 17ഓളം കേസുകളും മറ്റൊരാൾക്ക് 14 കേസുകളുള്ളതാണ്. എല്ലാത്തരം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നാട്ടുകാർക്കും ഒരു ശല്യമായി തീർന്നിട്ടുണ്ട്. വിഷ്ണുപ്രകാശിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, പോലീസ് പുറകിലേക്ക് കൈപിടിച്ച് പോകുന്നതാണെന്ന് പറയാം. അതിന് മുമ്പ് എന്തെങ്കിലും അതിക്രമം കാണിക്കാതെ പോലീസുകാർ അങ്ങനെ കൈപിടിച്ച് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമില്ല. എവിടുത്തെ മോഷണ കേസിലാണ് ഇവർ പിടിയിലാകുന്നത്? എന്താണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്? ദിവിഷേ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ അമ്പലമേട് തന്നെയുള്ള ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ളാറ്റിൽ അവിടുത്തെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിക്കാനായി എത്തിയവരായിരുന്നു ഇവർ 3 പേരും. ഇതിൽ 2 പേർ സഹോദരങ്ങളാണ്, അജിത് ഗണേഷ്, അഖിൽ ഗണേഷ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ആദിത്യൻ എന്നുള്ള ഒരു പ്രതിയുമായിരുന്നു. അപ്പോൾ ഈ ഫ്ളാറ്റിൽ മോഷണം നടക്കുന്ന ശബ്ദം കേട്ട് അയൽവാസികളാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ അസഭ്യം പറയുകയും അതുപോലെ പോലീസിനേർക്ക് പോലീസിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷവും പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അവർ പോലീസ് സ്റ്റേഷനിൻ്റെ അകത്ത് വെച്ചും നടത്തിയിരുന്നു. ഇവർക്ക് നമുക്ക് അല്പം മുമ്പ് ACP സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഏകദേശം 30,000 രൂപയുടെ അടുത്തുള്ള നാശനഷ്ടങ്ങൾ ഈ പ്രതികൾ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനെ അകത്ത് വരുത്തി എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ ഇവരെ മർദ്ദിക്കാൻ, ഇവരെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോറ് തല്ലിപ്പൊളിക്കുക, അതുപോലെ CCTV ഫുട്ടേജ് കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ തല്ലിപ്പൊളിക്കുന്ന തലത്തിലോട്ടെല്ലാം ഈ പ്രതികൾ ആ സ്റ്റേഷനിൽ കയറിയിട്ടും അവർ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തുടർന്നിരുന്നു. ഇതിനുശേഷം ഇന്ന് രാവിലെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾക്കായി വൈദ്യപരിശോധനയ്ക്ക് ഇറക്കുകയായിരുന്നു. ആ സമയത്ത് ഈ പ്രതികളുടെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഈ സ്റ്റേഷന് മുന്നിൽ എത്തുകയും അവർ ഇത്തരത്തിൽ ഇവരെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ ഇവർ നിരപരാധികളാണ്, ഇവരെ അന്യായമായാണ് തടവിലെടുത്തത് എന്നുള്ള കാരണങ്ങൾ ആരോപിച്ചവർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തി. ഇത് കണ്ടതോടുകൂടി വീണ്ടും ഈ പ്രതികളായിട്ടുള്ളവർ പോലീസിന് നേരെ സംഘർഷത്തിലോട്ട് നീങ്ങുകയായിരുന്നു. പോലീസും മർദ്ദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണമായി ഇവർ പറയുന്നത് ഇത്തരത്തിൽ ഇവർ നിരന്തരമായി പോലീസ് സ്റ്റേഷന് അകത്ത് വെച്ചും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ടതായിട്ടാണ് പോലീസ് പറയുന്ന വിശദീകരണം. ഏതായാലും ഇന്നിപ്പോൾ ആ ദൃശ്യങ്ങളിലും പിന്നീട് പോലീസും നമ്മളോട് വിശദീകരിച്ചതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സഹോദരങ്ങളായിട്ടുള്ളവർക്കെതിരെ നിരന്തരമായി ഈ നാട്ടുകാരായിട്ടുള്ളവർ ഈ പരാതി പറയുന്ന തരത്തിൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവർ മുൻപും കാപ്പ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ്. ഇതിൽ ഒരാൾക്കെതിരെ 17 കേസുകളിലും മറ്റൊരാൾക്ക് 14 കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണ് ഈ അഖിൽ ഗണേഷും അജിത് ഗണേഷും ഉള്ള. അപ്പോൾ ഇവർ നിരന്തരമായി ഇത്തരത്തിൽ ശല്യക്കാരായിട്ടുള്ള പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് മുതൽ ഇവർ സ്റ്റേഷനിൽ അതിക്രമം കാണിക്കുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് ഈ കോടതിയിൽ ഹാജരാക്കാനായി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇവരെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. നിലവിൽ ഇവർക്കെതിരെ